ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ രഞ്ജുവും ധ്യാനും കൂടെ വരുവാണ്. അപ്പോൾ രഞ്ജു ഫോൺ വിളിക്കുന്നുണ്ട്. രഞ്ജു ഫോൺ വിളിച്ചിട്ട് ഗീതു ഫോൺ എടുക്കുന്നില്ല. അപ്പോഴത്തേക്കും ഫോൺ വേറെ റൂമിൽ എവിടെയാണ് ഇരിക്കുന്നത്. അപ്പം ഗീതു അറിയുന്നുമില്ല ഇങ്ങനെ രഞ്ജു വിളിക്കുന്ന കാര്യം. അത് കഴിയുമ്പോൾ ധ്യാൻ പറഞ്ഞത് നമുക്ക് തിരിച്ചു പോയാലോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഗീതുവിനെ വിളിച്ചിട്ടല്ല ചെല്ലാവുള്ളൂ എന്നല്ലേ പറഞ്ഞത്, നമുക്ക് തിരിച്ചു പോയാലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു വേണ്ട, എന്താണേലും ഇവിടെ വരെ വന്നതല്ലേ. അപ്പോൾ നോക്കുമ്പോൾ ഗോവിന്ദൻ്റെ വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അപ്പം കുറേ ഗോവിന്ദേട്ടൻ്റെ വണ്ടിയൊക്കെ കിടപ്പുണ്ടല്ലോ, അത് ഞാനിവിടെ തന്നെ ഇറങ്ങുമെന്ന് പറയുന്നു. അങ്ങനെ രഞ്ജു അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഇറങ്ങിയ ശേഷം രഞ്ജു അകത്തേക്ക് കയറി ചെല്ലുവാണ്. അപ്പോഴത്തേക്കും രഞ്ജു അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ചടങ്ങുകൾക്ക് വേണ്ടി പ്രിയയൊക്കെ വന്നിരിക്കുക. ഇങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ആ സമയം രഞ്ജു ചെന്നിട്ട് ഒരു ലഡു എടുത്തിട്ട് പ്രിയയുടെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ ഇങ്ങനെ നീട്ടുക. അത് കാണുമ്പോൾ തന്നെ പ്രിയയ്ക്ക് വലിയ ദേഷ്യം വരുവാണ്. പ്രിയ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് പ്രിയയുടെ മുഖത്തെ ഭാവമൊക്കെ അങ്ങ് മാറി രഞ്ജു കൊടുത്ത ലഡു ഒറ്റ തട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ലഡുവൊക്കെ താഴെ പോകുന്നു. എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ആകെ പ്രിയയുടെ സ്വഭാവം അങ്ങ് മാറി. പ്രിയയ്ക്ക് ഭയങ്കര ദേഷ്യം കാണിക്കുവാണ് പ്രിയ രഞ്ജുവിനോട്. എന്നിട്ട് ചോദിക്കും, ആരാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഞങ്ങളുടെ കുടുംബക്കാരുടെ ഒരു പരിപാടി നടക്കുന്നിടത്ത് നിന്നെ ക്ഷണിക്കാതെ നീ എന്തിനു വന്നു? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ചോദിക്കുന്നുണ്ട് രഞ്ജുവിനോട് പ്രിയ കുറേ ദേഷ്യപ്പെടുക. അത് കഴിഞ്ഞിട്ടത്തേക്കും ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് പോകും. ഏട്ടൻ ഇങ്ങ് വന്നേ, എനിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചോദിക്കുക, ഏട്ടനല്ലേ അവളെ വിളിച്ചത്, അവളെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, അവളെ ഇവിടെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയ ദേഷ്യപ്പെടുക. അപ്പോൾ പറയും, മോളെ നീ ഒന്ന് വിശ്വസിക്കും, ഞാനല്ല വിളിച്ചത്, നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദിക്കും, എനിക്കറിയില്ല മോളെ, അമ്മയാണ് സത്യം, എനിക്കറിയില്ല, ഞാനല്ല വിളിച്ചത്, രഞ്ജുവിനെ ഇങ്ങോട്ട് വിളിച്ചത് ഞാനല്ല എന്ന് പറഞ്ഞിട്ട് പ്രിയയുടെ അടുത്ത് പറയുക. അപ്പോഴത്തേക്കും ഗീതു വരിക. അപ്പം ഗീതുവിനോട് ചോദിക്കുന്നു, ഗീതു വെച്ചല്ലേ വിളിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പം അങ്ങനെ ഗോവിന്ദൻ ചോദിക്കുന്നു, നീയല്ലേ അവളെ വിളിച്ചതെന്ന് ചോദിക്കുന്നു. ഗീതു, നീയല്ലേ പ്രിയനെയും കൂടി രഞ്ജുവിനെ കൂടി ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും, ഞാനല്ല വിളിച്ചത്, നിങ്ങളുടെ അമ്മയെ വിളിച്ചതെന്ന് പറയും. നീ എല്ലാ കാര്യത്തിനും അമ്മേനെ കുറ്റം പറയാൻ നിൽക്കണ്ട. ഏട്ടത്തി അനിയത്തിയും കൂടെ നിന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ വെച്ച് നീ അമ്മേനെ എപ്പോഴും അങ്ങനെ കുറ്റം പറയാൻ നോക്കണ്ട, അമ്മയല്ല അങ്ങനെ ചെയ്തെന്നൊക്കെ പറയാം. അന്ന് ഞാൻ ഇപ്പോൾ തെളിയിച്ചു തരാമല്ലോ, അതാരാ ഇങ്ങനെ അവളെ വിളിച്ചതെന്നുള്ളതിന് എന്താണെങ്കിലും തെളിവ് സഹിതം വേണമല്ലോ, ഞാൻ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഗീതു അപ്പുറത്തേക്ക് പോകുവാണ്. അതേസമയം പ്രിയയും ഗോവിന്ദും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്നിട്ട് അപ്പോഴത്തേക്കും വരുണും രാധികാമ്മയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്ക് ഞാൻ ചോദിച്ച ആവശ്യം ചെയ്തു തരണ്ടേന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കും, എന്താ ആവശ്യം? അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ ആവശ്യം. അപ്പോഴത്തേക്കും എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, പ്രിയനെ നിങ്ങൾ സമാധാനിപ്പിച്ച് പറയണം, രഞ്ജുവിനെ ഇങ്ങോട്ട് വിളിച്ച് നിങ്ങളാന്ന് പറയണം. രഞ്ജുവിൻ്റെ അപ്പോഴത്തേക്കും രാധികാമ്മയ്ക്ക് ദേഷ്യം വരുമോ, ഞാനത് പറയത്തില്ല എന്ന് പറയാം. എന്നാൽ പിന്നെ പറയത്തില്ലെങ്കിൽ ശരി, ഇവിടെ കുറച്ച് നിങ്ങളുടെ നാടകങ്ങളൊക്കെ ഇവിടെ ഇന്നിപ്പോൾ എല്ലാവരും കാണാൻ പറയും. ഇവിടെ ആരെ കൊല്ലുമെന്നോ സ്വന്തമാക്കുമെന്നോ എന്തൊക്കെയോ ഇവിടെ കൊലവിളികളൊക്കെ നടത്തിയില്ലോ എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേക്കും വരുണിന് ടെൻഷനാകും കേട്ടോ. അപ്പോഴത്തേക്കും വരുൺ പറയും, അമ്മ എന്നാൽ ചെന്നേച്ച് പറ, ഗോവിന്ദൻ്റെ അടുത്ത് ചെന്നേച്ച് പറ, ഗോവിന്ദൻ ഇന്ന് നല്ല സന്തോഷത്തിലല്ലേ, രഞ്ജുവിനെ ഇങ്ങോട്ട് വിളിച്ചത് അമ്മയാന്ന് തന്നെ പ്രിയോട് പറ, ആ സംഭവം അങ്ങ് സോൾവ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പെട്ടെന്നാണല്ലോ ഇവൻ്റെ സ്വഭാവം മാറിയെന്നുള്ള രീതിയിൽ നിൽക്കും. എന്താണേലും അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഗീതു, സുവർണയും രാധികാമ്മയും വരുണും കൂടെ ഉള്ള ആ ഒരു വീഡിയോയുടെ ഇതാണ് എല്ലാവരെയും കാണിക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പേടിച്ച് എന്താണേലും രാധികാമ്മ പറയുന്നുണ്ട്, നീ പറയുന്നത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. വെറുതെ പോയി പറഞ്ഞാൽ പോരാ, പ്രിയനെ ശാന്തമാക്കി പ്രിയയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എല്ലാത്തിനും തെറ്റ് ചെയ്തത് നിങ്ങളാന്ന് പറയണം. എന്നിട്ട് വേണം രഞ്ജുവിനെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുത്താനും. പ്രിയയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കണം. ഇനി കുറച്ച് നാൾ ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യവും കൂടെ പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ അങ്ങനെ സംസാരിക്കുവാണ്. അതിന് ശേഷം ഗോവിന്ദും പ്രിയയും കൂടെ നിന്നിടത്തേക്ക് രാധികാമ്മ വരുവാണ്. അപ്പോൾ രാധികാമ്മ എടുത്ത് ചോദിക്കും, എന്തിനാ അമ്മയാണോ അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, അതേ മോളെ, എനിക്ക് കുറച്ച് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു മോളെ, എനിക്ക് കുറച്ച് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ രഞ്ജുവിനെക്കുറിച്ച് നിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് നീ അവളുടെ അടുത്ത് ഇനി ദേഷ്യമൊന്നും കാണിക്കരുത്, എൻ്റെ തെറ്റുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രാധികാമ്മ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ നിന്നോട്ട് പ്രിയ കേൾക്കുന്നുണ്ട്. പ്രിയയും ഗോവിന്ദോട് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുവാണ്. അതിനു മുന്നം ഗീതുവായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധികാമ്മയ്ക്ക് ഒരു സംശയം, ഇനി വിജയലക്ഷ്മിയുടെ മകനാണ് ഗോവിന്ദൻ എന്നുള്ള കാര്യം ഇവൾ അറിഞ്ഞോ?
ഇനി അപ്പോൾ അതറിയാൻ വേണ്ടി എന്താണ് ഒരു മാർഗം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. വിജയലക്ഷ്മി നമ്മുടെ ശത്രുവാന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വരുണിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അപ്പം ഗീതുവിന് മനസ്സിലായി ഇവരെന്തോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചോദിച്ചതെന്ന്. അപ്പോൾ അത് ഗീതു പറയുന്നുണ്ട്, അതിന് എൻ്റെ അച്ഛൻ ഭദ്രനോട് നിങ്ങൾ കുടുംബശത്രു അല്ലായിരുന്നു. എൻ്റെ അച്ഛനെ വരെ നിങ്ങളിവിടെ വീട്ടിൽ കയറ്റിയില്ലേ. അവിടെ എൻ്റെ അനിയന് ഇവിടുത്തെ മോളെ കെട്ടിച്ചു കൊടുത്തില്ലേ, പ്രിയനെ കെട്ടിച്ചു കൊടുത്തില്ലേ. അപ്പോൾ അത്രയൊന്നും ഇല്ലല്ലോ ഇവരെ വീട്ടിൽ കയറ്റിയെന്നോർത്ത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഗീതുവിനൊന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ രാധികാമ്മ നിൽക്കുന്നത്. അതിനുശേഷം രാധികാമ്മ ഇങ്ങനെ പ്രിയയുടെ അടുത്ത് ചെന്നിച്ച് അങ്ങനെ ആ പ്രശ്നം അങ്ങ് സോൾവ് ആക്കുക. എന്നിട്ട് പ്രിയയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോൾ പ്രിയ അങ്ങ് സമ്മതിക്കുകയാണ്. എന്നിട്ട് പറയും, മോളെ രഞ്ജുവിന് ഇങ്ങനെ ഒരു അസുഖമൊക്കെ അല്ലേ, അപ്പം നമ്മൾ വേണ്ടേ അവളെ സഹായിക്കാൻ, ഈ ഒരു അവസരത്തിൽ നമുക്ക് അവളെ കൈവിടാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ രഞ്ജുവിനെ നമുക്ക് സഹായിക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പ്രിയനെ കൂട്ടിക്കൊണ്ട് വരുവാണ് ഗോവിന്ദ്. എന്നിട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആ ചെയറിൽ ഇരുത്തു കേട്ടോ. എന്നിട്ട് രാധികാമ്മ ചെന്നിട്ട് ഒരു ലഡു എടുത്ത് രഞ്ജുവിൻ്റെ കൊടുത്തിട്ട് പറയും, ഇത് പ്രിയയുടെ വായിൽ വെച്ച് കൊടുക്കാൻ പറയും. അങ്ങനെ പ്രിയയുടെ വായിൽ വെച്ച് കൊടുക്കും. പ്രിയ ഇഷ്ടമല്ലാതെ തന്നെയാണേലും ചെറിയൊരു ഇഷ്ടക്കേടോട് കൂടിയാണേലും അതങ്ങ് മേടിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പ്രിയ രാധികാമ്മയോട് പറയുന്നുണ്ട്, അവളിനി എന്തെങ്കിലും എനിക്കിഷ്ടമല്ലാതെ എന്തെങ്കിലും ചെയ്താലോ, ഏട്ടൻ്റെ അനിയത്തിയാണെന്നുള്ള രീതിയിലൊന്നും അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇല്ല മോളെ, അവളെ ഏട്ടൻ്റെ അനിയത്തി അല്ല, അവളൊരു ഫ്രണ്ടാണ്. അതുകൊണ്ടാണ് ഫ്രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൽ ഞാൻ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് മോളുടെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയുന്നു. അങ്ങനെ അപ്പോൾ പറയുന്നു, എന്നാൽ ഇനി അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവളിപ്പോൾ ഇവിടെ നിന്ന് ഇറക്കി വിടണോ എന്ന് തന്നെ രാധികാമ്മ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറഞ്ഞു, അവൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ബാക്കി കാര്യം ഞാൻ ഏറ്റോളാം എന്ന് പറഞ്ഞ് പ്രിയനെ സമാധാനിപ്പിച്ചാണ് അവിടെ ഇരുത്തുന്നത്. അങ്ങനെ ആ ചടങ്ങൊക്കെ അങ്ങനെ പോവുകയാണ്. അപ്പോഴത്തേക്കും അതൊക്കെ ചടങ്ങൊക്കെ പോയി കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയും, ഭദ്രം പറയും എല്ലാവർക്കും ഭക്ഷണം കഴിക്കാമെന്ന് പറയും. ഭക്ഷണം കഴിക്കാനൊക്കെ പോകാമെന്ന് പറയുമ്പോഴത്തേക്കും അതിന് മുന്നേ വിലാസിനി പറയുന്നുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്, അത് ഗോവിന്ദ് സാധിച്ചു തരണമെന്ന് പറയും. എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, ഗോവിന്ദിൻ്റെ ഒരു പാട്ട് എനിക്ക് കേൾക്കണമെന്ന് പറയും. ഗോവിന്ദ് അങ്ങനെ ഒരു പാട്ട് പാടുവാണ്. എല്ലാവരുടെയും അടുത്ത് ചെന്ന് നിന്ന് അങ്ങനെ സ്നേഹത്തോടെയാണ് ഗോവിന്ദ് ആ പാട്ടൊക്കെ പാടുന്നത്. എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുവാണ്. വിലാസിനെയും രാധികാമ്മനെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഗോവിന്ദ് ആ പാട്ട് പാടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പ്രിയയുടെ അടുത്ത് ചെന്നിച്ച് ഇങ്ങനെ പ്രിയയുടെ ഒക്കെ അടുത്ത് ചെന്ന് നിന്നിച്ച് ഇങ്ങനെ പ്രിയനെ തലോടിക്കൊണ്ടും പാട്ടൊക്കെ പാടുന്നുണ്ട്. അതിനുശേഷം രഞ്ജുവിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ തലോടുന്ന പാട്ട് പാടുമ്പോഴത്തേക്കും പ്രിയയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴത്തേക്കും ഓടി വന്ന് പ്രിയയുടെ അടുത്ത് വന്ന് തലോടി നിന്ന് പാട്ടൊക്കെ പാടുവാണ്. അങ്ങനെ എല്ലാവരും സ്നേഹിച്ചുകൊണ്ടുള്ളൊരു പാട്ടാണ് ആ കാണിക്കുന്നത്. ആ പാട്ടങ്ങ് തീർന്ന് പാടി കഴിയുന്നതേ വിലാസിന് തല കറങ്ങി വീഴുവാണ്. വിലാസിന് തലയിലേക്ക് വീഴുമ്പോൾ തന്നെ ഗോവിന്ദാണ് വിലാസിനെ ഇങ്ങനെ വാരി എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വിലാസിന് വീണ് കിടക്കുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ വാരി എടുത്ത് പിടിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയാണ് കാണിക്കുന്നത്. ബാക്കി